യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ നമ്മളിന്ന് വളരെ ചെറിയൊരു ഹീബ്രു പദമാണ് കാണുവാനായിട്ട് പോകുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ പദമാണ് ഓർ എന്ന് പറയുന്ന ഹീബ്രു പദം. ഓർ എന്ന് പറഞ്ഞ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം പ്രകാശം, വെളിച്ചം എന്നൊക്കെയാണ്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ പ്രകാശം വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസൊക്കെ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ പ്രകാശം വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സെൻറ്റൻസുമായിട്ട്, ഈ ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമെല്ലാം ദൈവം പിന്നീടാണല്ലോ സൃഷ്ടിച്ചത്, പിന്നെ എങ്ങനെയാണ് പ്രകാശമുണ്ടായത്? അതിൻ്റെ ഉത്തരം പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പ്രകാശം പിന്നെ എവിടെ നിന്നുണ്ടായി എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം അരുൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് പുറത്തേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രകാശമാണ് എന്ന് നമുക്ക് പിന്നീട് പുതിയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാംസം ധരിച്ച വചനമായ യേശു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ. അപ്പോൾ ഇവിടെ പ്രകാശം വന്നത് വചനത്തിൽ നിന്നാണ്. ഇത് മറ്റു പ്രകാശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നതോ ചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്നതോ നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ ആയ പ്രകാശത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകാശമാണ് വചനം നമുക്ക് നൽകുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം ഈ പ്രകാശം നിറയട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.